നമുക്കിന്നേ ഈ ചുണ്ടങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ? നിങ്ങളൊക്കെ ഇതിന് ചുണ്ടങ്ങ എന്ന് തന്നെയാണോ പറയണത്? ഇത് കയ്പ്പാന്ന് പറഞ്ഞ് ഒത്തിരി പേർക്ക് ഇഷ്ടമല്ല കറി വെക്കാനായിട്ട്. പക്ഷേ ഇത് കയ്പ്പൊന്നും ഇല്ലാതെ കറി വെക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതുകൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കിയാലും നല്ലതാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വാഷ് ചെയ്ത് വെള്ളം പോയി കഴിഞ്ഞപ്പോൾ ഒരു കല്ലിലേക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. ഉടയാനേ പാടുള്ളൂ, അരിഞ്ഞ് ചതഞ്ഞൊന്നും പോകാൻ പാടില്ല. അപ്പോൾ ഉടഞ്ഞു കഴിയുമ്പോൾ അതിനെ വെള്ളത്തിലേക്ക് എടുത്തിടണം. അപ്പോൾ അതിനകത്തുള്ള അരിയൊക്കെ കുറേ പോയി കിട്ടും. അതേപോലെ 3-4 പ്രാവശ്യം അങ്ങ് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ കറയും അരിയൊക്കെ കുറേ മാറി കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ കയ്പ്പ് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ റെഡിയാക്കി ഞാനിതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതുണ്ടാക്കാനുള്ള ചട്ടി സ്റ്റൗവിൽ വെച്ച് അത് എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അത് പൊട്ടി വന്നു കഴിയുമ്പോൾ വെളുത്തുള്ളി ആദ്യം ഇടും. കുറച്ചധികം വെളുത്തുള്ളി നല്ലതാണ് ഈ കറിക്ക്. അപ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ചുമന്ന് വരുന്ന വരെ വഴറ്റണേ. വഴണ്ട് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ഉടഞ്ഞ് വരുന്നവരെ വേവിക്കണം. അത് ഉടഞ്ഞ് റെഡി ആയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചുണ്ടങ്ങ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലതാണ്, ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കവർ ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ്സ് സിമ്മിലിട്ട് വേവിക്കണം. ഒരുമാതിരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിക്കണം. വളരെ കുറച്ച് പുളി എടുത്ത് വെള്ളമാക്കിയിട്ട് ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വീണ്ടും കവർ ചെയ്ത് വെച്ച് 5 to 7 മിനിറ്റ്സ് സിമ്മിലിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടും. അത് റെഡി ആയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ശർക്കര പൗഡറും കൂടെ ഇട്ട് കൊടുക്കണം. ശർക്കര പൗഡർ ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെച്ച് നമ്മുടെ കറി റെഡിയായി കേട്ടോ. അത് കുറച്ച് നേരം കഴിഞ്ഞ് എടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കായപ്പൊടി ശർക്കരപ്പൊടി അങ്ങ് ഒഴിവാക്കിയാൽ മതി. തേങ്ങ വറുത്തരച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള കറിയാണ്.